പലതരത്തിലുള്ള പുഷ്പങ്ങളും ചെടികളുമുള്ള മനോഹരമായൊരു പൂന്തോട്ടം ഉണ്ടെന്ന് കരുതുക. അതിനെ നമ്മൾ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ദിവസവും അവിടെ പോവും. അവരുടെ വളരുന്ന കടകളെല്ലാം പറിച്ച് മാറ്റും. നിലത്ത് കൊഴിഞ്ഞു വീഴുന്ന ഇലകളും മറ്റുള്ളതെല്ലാം പിറക്കി നമ്മൾ കളയും. കൃമികീടങ്ങൾ കയറി പൂക്കളും ചെടികളും നശിച്ചു പോകാതിരിക്കാനുള്ള മുൻകരുതലും നമ്മളെടുക്കും. എപ്പോഴും പൂന്തോട്ടവും പരിസരവും ശുചിയായും വൃത്തിയായും നമ്മൾ വയ്ക്കും. എന്നാൽ പൂന്തോപ്പിനോട് നമുക്ക് ഇഷ്ടമില്ലെങ്കിലോ ഇലകളും പൂക്കളും വീണ് അവിടെ ചീഞ്ഞു നാറും. കാടും പടലും കയറി അവിടെയെല്ലാം വൃത്തികേടാകും. ക്രമേണ അവിടെ വിഷമുള്ള ഇഴജന്തുക്കളുടെയും മറ്റും വാസസ്ഥാനമായി മാറും. ഇതുപോലെ നാം നമ്മെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സും ചിന്തകളും വൃത്തിയായി സൂക്ഷിക്കും. ദിവസം അവിടെ സച്ചിന്തകളുടെ സുന്ദര പുഷ്പങ്ങളും അതിൻ്റെ നറുമണവും കൊണ്ട് നിറയ്ക്കും. അനാവശ്യ ചിന്തകൾ കടന്നേറി അതിൻ്റെ ഭംഗിയും സുഗന്ധവും നശിപ്പിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും. ദുശ്ചിന്തകളുടെ മാലിന്യങ്ങൾ അവിടെ കുന്നുകൂടി നമുക്കും മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. നമ്മൾ ഉപ്പിട്ട പാത്രത്തിൽ മധുരമെടുത്ത് കഴിച്ചാൽ ഉപ്പിൻ്റെ രുചിയെ കിട്ടത്തുള്ളൂ, മധുരത്തിൻ്റെ രുചി കിട്ടുകയില്ല. നമ്മൾ മധുരമുണ്ട്, പക്ഷേ അഹങ്കാരമാകുന്നതും സ്വാർത്ഥമാകുന്നതും വിദ്വേഷമാകുന്ന ഉപ്പ് കിടക്കുക. അവൾ കാന്താരിമുളകാണ്, അങ്ങോട്ട് പോകല്ലേ, മുള്ളാണത്, ഇങ്ങോട്ട് പോകല്ലേ, അത് വിഷമാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കാം. എന്താ അവളുടെ സ്വഭാവം കൊണ്ടാണ് പറയുന്നത്. തങ്ങളുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ ഗോപികൾ അവരുടെ തെറ്റുകളെ അതിക്രമിക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഉത്തമമായ ഭക്തിയിലേക്ക് അവർ ക്രമേണ ഉയർന്നു. ഏത് വസ്തു കൈകാര്യം ചെയ്യുമ്പോഴും അവരിൽ ഭഗവാനുള്ള സ്മരണ നിറഞ്ഞു നിന്നു. ഊണിലും ഉറക്കത്തിലും ശ്രീകൃഷ്ണനെക്കുറിച്ച് മാത്രമായി അവരുടെ ചിന്ത. പ്രകൃതിയിലെ ഓരോ വസ്തുക്കളിലും അവർ കൃഷ്ണനെ തിരഞ്ഞു. ഒടുവിൽ സർവവും അവർ കൃഷ്ണമയമായി അനുഭവപ്പെട്ടു. അവർ കൃഷ്ണനുമായി ഏകീഭവിച്ചു. അതുല്യനായ രാജ്യതന്ത്രജ്ഞനായി, യോദ്ധാവായി, ധർമ്മരക്ഷകനായി, ജഗദ്ഗുരുവായി കൃഷ്ണൻ ശോഭിച്ചു. ആ കോടിക്കണക്കിന് ജനഹൃദയങ്ങളിൽ ഭക്തിയെ ഉണർത്തി എന്നതാണ് ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എത്ര വലിയ ദുരാചാരിയായാലും ഈശ്വരനിൽ ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ ശരിയായ പാതയിലേക്ക് വരുമെന്നും അധികം താമസിയായ അവൻ ധർമ്മനഷ്ടനായി തീരുമെന്നും തുടർന്ന് ശാശ്വതമായ ശാന്തിയെ പ്രാപിക്കുമെന്നും കൃഷ്ണൻ പറയുന്നു. എൻ്റെ ഭക്തന് നാശമില്ലെന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുന്നു. തന്നെ ആശ്രയിക്കുന്ന ഭക്തനെ സദാ സംരക്ഷിക്കുക, എല്ലാ വീഴ്ചയിൽ നിന്നും അവനെ ഉദ്ധരിക്കുക എന്നത് ഭഗവാന്റെ വ്രതമാണ്. ഭക്തൻ്റെ മനസ്സിൽ അഹന്ത, സ്വാർത്ഥത തുടങ്ങിയ ദുർഗുണങ്ങൾ തലപൊക്കിയാൽ സാഹചര്യങ്ങളിലൂടെ അവയെ ഭഗവാൻ ഇല്ലാതാക്കും. ഇതിനുള്ള എത്രയെങ്കിലും ഉദാഹരണങ്ങൾ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും നമുക്ക് കാണാം.